ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കേരള കാന്താരി വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കൽപ്പാത്തി തേര് ഈ വർഷത്തെ കഴിഞ്ഞു. അപ്പോൾ കൽപ്പാത്തി തേര് കഴിഞ്ഞാലും അവിടെ സ്ട്രീറ്റ് ഷോപ്പിങ്ങും ഇപ്പോഴും നടക്കുന്നുണ്ടാവും കേട്ടോ. കുറേ ദിവസങ്ങളിൽ ഇനി അവിടെ ഷോപ്പുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ പോകുന്നത്. ഇപ്പം നമ്മൾ പോകുന്ന സ്ട്രീറ്റിൽ മുഴുവൻ കുപ്പിവളകളായിരുന്നു കേട്ടോ. നിറയെ വെറൈറ്റി ടൈപ്പുള്ള കുപ്പിവളകളുണ്ടായിരുന്നു. കുറേ തമിഴ് അമ്മമ്മമാരൊക്കെ ഇങ്ങനെ കുപ്പിവളകൾ വിൽക്കാനായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൽപ്പാത്തി തേര് കഴിഞ്ഞാലും ഒരു 10 ദിവസത്തോളം ഷോപ്പുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാകും. ലാസ്റ്റ് ആകുമ്പോഴേക്കും ഷോപ്പുകളൊക്കെ ഇത്തിരി കുറയും, എന്നാലും അത്യാവശ്യം ഷോപ്പുകൾ ഇവിടെ ഉണ്ടാവും കേട്ടോ. കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ടോയ്സ് എല്ലാം ഇവിടെ വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാഗ്സ്, നല്ല ബാഗുകളുണ്ട്. ഇനി കാണുന്നതൊക്കെ കുറേ ഫുഡ് ഐറ്റംസുകളുടെ ഏരിയ ആയിരുന്നു കേട്ടോ. അപ്പോൾ സൈഡിൽ കുറേ ഇങ്ങനെ തട്ടുകടകൾ നിരനിരയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. മുഴുവൻ ഫുഡുകളാണ്. ഇതൊരു 5 മണി നേരത്തുള്ള തിരക്കാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒന്നും കാലുകുത്താനുള്ള സ്ഥലം ഉണ്ടാവില്ല. ഇരുട്ടാകുമ്പോഴേക്കും ആൾക്കാർ നന്നായിട്ട് വരും, ലൈറ്റിങ്ങും ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് കുറച്ച് വീഡിയോ എടുക്കാൻ പറ്റുന്നത് എടുക്കുവാണ് കേട്ടോ. കാരണം വൈകുന്നേരങ്ങളിലാണ് ഷോപ്പുകൾ കുറച്ചും കൂടി ആക്റ്റീവായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ നേരത്ത് വീഡിയോ എടുക്കുന്നത്. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ കിട്ടാവുന്ന വീഡിയോകൾ മാക്സിമം ഞാൻ എടുക്കുവാണ്. നമ്മൾ നേരത്തെ കുറച്ച് ബാഗ് കണ്ടായിരുന്നു. ഇത് 2ാമത്തെ ഷോപ്പാണ് ബാഗുകളുടെ. അപ്പോൾ ഇവിടെയും കുറച്ച്, പക്ഷേ ഇത് കുറച്ച് വലുപ്പമുള്ള ബാഗാണ് കേട്ടോ. ഒരുപാട് സ്പേസ് ഉള്ള ഒരു ബാഗായിരുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ടായിരുന്നു. ഒത്തിരി വലിയ സൈസ് ആയതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അധികം റേറ്റ് ഒന്നുമില്ല, 150 റുപ്പീസൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. രഥോത്സവമൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ രഥത്തിൻ്റെ അലങ്കാരങ്ങളൊക്കെ മാറ്റിയിരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ ഫാനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുള്ള സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കി അതിൻ്റെ ഒന്ന് നമ്മൾ മേടിക്കുകയും ചെയ്തു. ഇവിടെ മസാലക്കടല ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മസാലക്കടല അധികം ഇവിടെ പാലക്കാട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. പിന്നെ കുറച്ച് മുന്നേ നടന്നപ്പോൾ മെഹന്തിയൊക്കെ ഇടുന്ന കണ്ടു കേട്ടോ. അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തു. പിന്നെ നിറയെ ലേഡീസ് ഐറ്റംസുകളായിരുന്നു. കമ്മൽ, വള, മാല, അങ്ങനെയായിട്ട് അങ്ങനെ ഒരുപാട് ഷോപ്പുകളുണ്ടായിരുന്നു. അവിടെ ബാഗ്സ് ഒക്കെ ഉണ്ട്. ഇതുകൊണ്ട് തിരക്കൊക്കെ കൂടി തുടങ്ങി. ആൾക്കാർ ഒന്ന് കുറച്ച് റഷായി തുടങ്ങി. ആൾക്കാർ മാത്രമല്ല, കൂടുതൽ വണ്ടികളൊക്കെ ഇടയ്ക്കൂടെ പോകുമ്പോഴുള്ള ഒരു തിരക്കും കൂടെ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ കോലമൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള അച്ചാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ഇങ്ങനെ എളുപ്പത്തിൽ കോലമൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇപ്രാവശ്യം വാങ്ങിയില്ല. ഇങ്ങനെ കുറച്ച് നല്ല ഭംഗിയുള്ള ബെല്ലുകളൊക്കെ, ഹാങ്ങിങ് ബെല്ലുകളൊക്കെ ഉണ്ടായിരുന്നു.
നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാല, വള അങ്ങനെയുള്ള ഐറ്റംസുകൾ ഇവിടെ കുറേ ഉണ്ട്. ഇപ്പോൾ നമ്മൾ വേറൊരു ബാഗിൻ്റെ ഷോപ്പ് കൂടെ കണ്ടു കേട്ടോ. അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇവിടുന്ന് ഞാനൊരു ബാഗ് എടുത്തു. കൂടുതൽ സാധനം അതിലാണ് കൊള്ളുക, പക്ഷെ ഇത് കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. ജൂട്ട് മെറ്റീരിയൽ വാഷബിളാണ്. അപ്പോൾ സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ 10 ദിവസത്തിനുള്ളിൽ വന്നിട്ട് വാങ്ങാൻ പറ്റുന്നവർക്കൊക്കെ വന്ന് വാങ്ങാം, കാണാൻ ആഗ്രഹമുള്ളവർക്ക് വന്ന് കാണാം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. മുഴുവനൊന്നും എനിക്ക് കവർ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല, എന്നാലും ഒരുമാതിരിയൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഒത്തിരി തിരക്കായതുകൊണ്ട് മാത്രമാണ്, ഇന്ന് സൺഡേയും കൂടി ആയതുകൊണ്ട് ഒത്തിരി തിരക്കുണ്ട്. ഇപ്പോൾ നോർമൽ ഡേയ്സൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇത്ര തിരക്കുണ്ടാവില്ല, സൺഡേസിൽ ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ തേര് കഴിഞ്ഞ് പിറ്റേ ദിവസം കൂടിയല്ലേ, അപ്പോൾ അതിൻ്റെ തിരക്ക് എന്തായാലും കാണും. ഇനിയും ഒരുപാട് ഷോപ്പുകളും ഒരുപാട് സ്ട്രീറ്റുകളും ഇതിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം ഒന്നും നമുക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല, തിരക്ക് നന്നായി കൂടിയിരിക്കണു. അപ്പോൾ നമുക്ക് വീഡിയോ എടുത്തുകൊണ്ട് അങ്ങനെ നടക്കാനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.